അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മദീനയിൽ നിന്നുള്ള മടക്കയാത്രയിൽ അബവായിൽ വെച്ച് വഫാത്തായ ഉമ്മ ആമിന ബീവി വസിയ്യത്ത് ചെയ്തത് പ്രകാരം പരിചാരികയായ ഉമ്മു ഐമൻ കുഞ്ഞുമായി മക്കയിലേക്ക് യാത്ര ചെയ്യുകയും പിതാമഹനായ അബ്ദുൽ മുത്തലിബിനെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ മരണം വരെയും അദ്ദേഹം തന്നെയായിരുന്നു കുഞ്ഞിനെ സംരക്ഷിച്ചിരുന്നത്. മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കുട്ടിയെ വളർത്താൻ പരിചാരികയായ ഉമ്മു ഐമൻ എന്നും വീട്ടിലുണ്ടായിരുന്നു. പിതാമഹനായ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിൻ്റെ സമപ്രായക്കാരായ തൻ്റെ മറ്റു മക്കളെക്കാളും പൗത്രന്മാരെക്കാളുമൊക്കെ പ്രത്യേകമായ ആദരവുകളും വാത്സല്യങ്ങളുമൊക്കെ ഈ കുഞ്ഞിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള കാരണം ആ കുഞ്ഞിൽ ദർശിച്ച അത്യാകർഷണീയതയും നല്ല സ്വഭാവ പെരുമാറ്റങ്ങളും മനം കവരുന്ന സംസാരശീലങ്ങളുമൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ആ കുഞ്ഞിന് ലഭിച്ചതുകൊണ്ടാണ് എല്ലാ ഘടകങ്ങളും അവർക്ക് അനുകൂലമായി മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ആദരവുകളും പരിഗണനയും വാത്സല്യങ്ങളും സ്നേഹവായ്പുകളുമാണ് അബ്ദുൽ മുത്തലിബിൽ നിന്ന് പൗത്രനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത്. കഅബയുടെ തണലിൽ മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന് മാത്രം പ്രത്യേകമായ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. മറ്റു ഗോത്രങ്ങളിലുള്ള പ്രമുഖന്മാരെല്ലാവരും അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു പുത്രന്മാരും എല്ലാവരും ഇരുന്നിരുന്നത് ആ ഇരിപ്പിടത്തിൻ്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്തോ ആയിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ ഇരിപ്പിടത്തിൽ ആരും തന്നെ ഇരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് എന്ന ആ പിഞ്ചുമകൻ ഓടി വന്ന് പലപ്പോഴും ഉപ്പാപ്പയുടെ കൂടെ ഇരിപ്പിടത്തിൽ കയറി ഇരിക്കാറുണ്ടായിരുന്നു. ഖുറൈശി പ്രമുഖരും അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കളുമൊക്കെ അവിടെ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ആ വന്ധ്യവയോധികനായ പിതാമഹൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കുട്ടിയെ വിട്ടേക്കുക, ആ കുട്ടിക്ക് വലിയ ബാസുരമായ ഭാവി ഞാൻ കാണുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നു പറഞ്ഞ് പ്രത്യേകമായ പരിഗണന ആ കുട്ടിക്ക് കൊടുത്തിരുന്നു എന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ അബ്ദുൽ മുത്തലിബിന് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ തൻ്റെ കൊച്ചുമകനായ മുഹമ്മദ് എന്ന കുഞ്ഞിനെ കൂടെയിരുത്തും, ചിലപ്പോൾ മടിയിൽ കയറ്റിയിരുത്തും. എന്നിട്ട് അതിലേറ്റവും മുന്തിയ ഭക്ഷണമെടുത്ത് കുഞ്ഞിനാദ്യം വായിൽ വെച്ചു കൊടുക്കും. ഭക്ഷണം മുന്നിലെത്തിയാലും കുഞ്ഞിനെ കണ്ടിട്ടില്ലെങ്കിൽ കുഞ്ഞ് വരുന്നത് വരേക്കും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്ന പതിവും ആ വന്ധ്യവയോധികനായ പിതാമഹനുണ്ടായിരുന്നു. വളർത്തുമ്മയായ ഉമ്മു ഐമൻ ബീവി പറയുന്നു, അബ്ദുൽ മുത്തലിബ് എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, ഓ ബറക്ക, എൻ്റെ പുത്രനെ നല്ലപോലെ ശ്രദ്ധിക്കണം, ഒരു നിമിഷവും അവൻ്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാവരുത്, കാരണം എൻ്റെ മകൻ ഈ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണെന്ന് വേദജ്ഞാനികളിൽ പല ആളുകളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ച സന്ദർഭങ്ങളിലും പ്രസവിക്കുന്ന സമയത്തും അതിനുശേഷവുമൊക്കെ പല സന്ദർഭങ്ങളിലായി അബ്ദുൽ മുത്തലിബ് സ്വപ്നദർശനത്തിലൂടെയും പല അശരീരികളിലൂടെയും വേദം പഠിച്ച പുരോഹിതന്മാരുടെ പ്രവചനങ്ങളിലൂടെയുമൊക്കെ തൻ്റെ ചെറുമകനായ മുഹമ്മദ് എന്ന കുഞ്ഞിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് കഅബാലയ മുറ്റത്തിരിക്കുമ്പോൾ നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവനായ ഒരു പുരോഹിതൻ ഞങ്ങളുടെ വേദങ്ങളിൽ വരാനിരിക്കുന്നൊരു പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് അടയാളങ്ങൾ വിവരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുഹമ്മദ് എന്ന ആ കുഞ്ഞുമകൻ അവരുടെ ഇടയിലേക്ക് വരികയും ആ കുട്ടിയിലുള്ള അത്യാകർഷണീയത കണ്ടപ്പോൾ ആ പുരോഹിതൻ കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞ ആ അന്ത്യപ്രവാചകനാകാൻ സാധ്യതയുള്ള കുട്ടി ഈ കുട്ടിയാണ്, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ പിതാവാണ്. ആ പുരോഹിതൻ പറഞ്ഞു, പിതാവാകാൻ ഒരിക്കലും തരമില്ല, കാരണം ഈ കുട്ടിയുടെ പിതാവും മാതാവും നേരത്തെ മരിക്കാനിടയുണ്ട്.
ഇത് കേട്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ മകനാണ്, എൻ്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുരോഹിതൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യം തന്നെ. അബ്ദുൽ മുത്തലിബ് ഉടനെ മറ്റു മക്കളെയൊക്കെ വിളിച്ചു ചേർത്ത് പറഞ്ഞു, വേദജ്ഞാനികൾ എൻ്റെ കുഞ്ഞിനെപ്പറ്റി പറയുന്നത് നിങ്ങളൊക്കെ കേട്ടില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ എൻ്റെ കുട്ടിയെ നിങ്ങൾ പോറ്റി വളർത്തണം. മറ്റൊരു സന്ദർഭത്തിൽ മുഹമ്മദ് എന്ന കുഞ്ഞ് കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലെ പ്രശസ്തരായ ബനൂ മുദ്ലജുകാരിൽപ്പെട്ട ചില പ്രമുഖർ അന്ന് തിരുനബിയെ അടുത്തേക്ക് വിളിച്ച് കുട്ടിയുടെ കാൽപാദങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവർ വിരലടയാളങ്ങളും മറ്റും വിശകലനം ചെയ്തിട്ട് അബ്ദുൽ മുത്തലിബിനെ ചെന്ന് കണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധാപൂർവം പരിരക്ഷിക്കണം. കാരണം മഖാമു ഇബ്രാഹീമിൽ പതിഞ്ഞുകിടക്കുന്ന പാദമുദ്രയോട് ഇത്രയും സദൃശ്യമായ മറ്റൊരു പാദമുദ്രയും ഞങ്ങളുടെ നിരീക്ഷണത്തിൽ പെട്ടിട്ടില്ല. ഇതുകേട്ട അബ്ദുൽ മുത്തലിബ് മകൻ അബൂ താലിബിനെ വിളിച്ചു പറഞ്ഞു, അവർ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടിയെ നീ നന്നായി കാത്തുകൊള്ളണം. ഇതുപോലെ മറ്റൊരു സംഭവം, യമനിലുണ്ടായ സാഹസികമായ പോരാട്ടങ്ങൾക്ക് പിറകെ അധികാരത്തിലേറിയ സൈഫ് ദി യസിൻ എന്ന് പറയുന്ന ചക്രവർത്തി ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തെ പ്രശംസിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉറപ്പുവരുത്താനും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗോത്രത്തലവന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. അക്കൂട്ടത്തിൽ ഖുറൈശി ഗോത്രം അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജാവിൻ്റെ അനുമതി ലഭിച്ച മുറക്ക് അബ്ദുൽ മുത്തലിബ് ദർബാറിൽ നിന്ന് ഗംഭീരമായ പ്രഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തിനെ പ്രശംസിച്ചും ഖുറൈശി ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തിയും കഅബയെക്കുറിച്ച് വർണ്ണിച്ചുമൊക്കെ ഗംഭീരമായ പ്രഭാഷണം കേട്ടപ്പോൾ എല്ലാ നിലക്കുമുള്ള ആദരവുകൾ രാജാവ് അവർക്ക് നൽകി കുറച്ച് കാലം രാജ ദർബാറിൽ താമസിക്കാൻ അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ താമസിക്കുന്നതിനിടയ്ക്ക് അബ്ദുൽ മുത്തലിബിനെ മാത്രം രാജാവ് വിളിച്ച് വളരെ രഹസ്യമായ ചില വിവരങ്ങൾ കൈമാറുന്നു. ഓ അബ്ദുൽ മുത്തലിബ്, ഞങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന വിശുദ്ധമായ ചില സ്വകാര്യ വേദപുസ്തകങ്ങളിൽ നിന്ന് ഞാൻ കണ്ട ചില രഹസ്യജ്ഞാനങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ജീവിതത്തിൻ്റെ മഹത്വവും മരണാനന്തര ശ്രേഷ്ഠതയും അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ സമുദായത്തിന് പൊതുവെയും താങ്കളുടെ സമൂഹത്തിന് പ്രത്യേകിച്ചും താങ്കൾക്ക് പ്രത്യേകമായും സന്തോഷവാർത്തയാണത്. രാജാവ് തുടർന്നു, തിഹാമയിൽ ഒരു ആൺകുഞ്ഞ് പിറന്നാൽ അവൻ്റെ മുതുകിൽ ഒരു മുദ്രയുണ്ട്. ലോക നേതൃത്വം അവനിൽ അർപ്പിതമാണ്. അവൻ നിമിത്തം നിങ്ങൾക്കു മഹത്തായ നേതൃത്വം കൈവരും. അന്ത്യനാൾ വരെ അത് തുടരും. ആ കുഞ്ഞ് ഭൂജാതനാകേണ്ട സമയസന്ദർഭമാണിത്. ആ കുഞ്ഞ് ജനിച്ചാൽ അഹ്മദ് എന്നായിരിക്കും അതിന് പേരിടുക. ആ കുഞ്ഞിൻ്റെ ശൈശവത്തിൽ തന്നെ പിതാവും മാതാവും മരിച്ചു പോകും. പിതാമഹനും ശേഷം പിതൃവ്യനും ആയിരിക്കും അവനെ സംരക്ഷിക്കുക. പരസ്യ പ്രബോധനത്തിനായി അള്ളാഹു അവനെ നിയോഗിക്കും. അവർ മുഖേന അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ അഭിമാനികളാക്കും. എല്ലാം കേട്ട അബ്ദുൽ മുത്തലിബ് വീണ്ടും രാജാവിനോട് ചോദിച്ചു, രാജാവേ, ഇനി എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടോ? രാജാവ് ഒന്നുകൂടി തറപ്പിച്ചു പറഞ്ഞു, ഓ അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ പിതാമഹൻ. ഇതങ്ങ് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ച് സുജൂദിൽ വീണു. രാജാവ് ചോദിച്ചു, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പറഞ്ഞ എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഓ രാജാവേ, എനിക്ക് ഒരു ഓമനപുത്രൻ ഉണ്ടായിട്ടുണ്ട്. അവനോടെനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അവൻ വലുതായപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉന്നത തറവാട്ടിൽ നിന്ന് ആമിന എന്ന ഒരു തരുണിയെ അവന് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു. ഒരു സുന്ദരനായ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. മുഹമ്മദ് എന്നാണ് ഞാൻ അവന് പേരിട്ടിരിക്കുന്നത്. അവൻ്റെ പിതാവും മാതാവും മരിച്ചു. ഞാനാണ് ഇന്ന് അവനെ സംരക്ഷിക്കുന്നത്. അവൻ്റെ ചുമലിൽ നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ളൊരു സവിശേഷമായ മുദ്ര കാണുന്നുണ്ട്. താങ്കൾ വിവരിച്ച മുഴുവൻ അടയാളങ്ങളും അവനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ താങ്കളോട് പറഞ്ഞതെല്ലാം അതപ്രകാരം തന്നെ സത്യമാണ്. നിങ്ങളുടെ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ജൂതന്മാരെ അവൻ്റെ കാര്യത്തിൽ വല്ലാതെ സൂക്ഷിക്കണം. അവർ ആ കുഞ്ഞിൻ്റെ ശത്രുക്കളാണ്. പക്ഷേ അവർക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നീട് രാജാവ് പറഞ്ഞത്, എനിക്ക് മരണമടുക്കാറായി. ആ കുഞ്ഞിൻ്റെ നിയോഗത്തിന് മുമ്പ് ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ശക്തിയും ശേഷിയും ഉപയോഗിച്ച് ഞാൻ യസ്രിബിലേക്ക് പലായനം ചെയ്യും. കാരണം ആ കുഞ്ഞിൻ്റെ ഭരണത്തിൻ്റെ സിരാകേന്ദ്രം യസ്രിബായിരിക്കുമെന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് രാജാവ് പറഞ്ഞു, ധാരാളം സമ്മാനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുക, 1 കൊല്ലം പൂർത്തിയായാൽ താങ്കൾ ഇനിയും ഇവിടെ വരണം, എന്നിട്ട് ആ കുഞ്ഞിൻ്റെ വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്നാൽ അവർ യാത്ര പോയി 1 കൊല്ലം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഭരണാധികാരി മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഇങ്ങനെ പല അത്ഭുതാനുഭവങ്ങളും അബ്ദുൽ മുത്തലിബിന് കുഞ്ഞിനെ വളർത്തുമ്പോഴുണ്ടായിട്ടുണ്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.